കുട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സുബൈദ പാർക്കിലാണ്. അവിടെ വന്നത് എന്നെ കണ്ണ് നെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ അവിടെ തന്നെ നമുക്ക് ഒരുപാട് കഴിക്കാനുള്ള സാധനങ്ങളായിരുന്നു. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് ഫ്രീ ആയി ജ്യൂസ് കൊടുക്കണ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് ഞാനൊരു ജ്യൂസ് അങ്ങനെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് ഈ 2 സ്റ്റെപ്പൊക്കെ കളിച്ചിട്ടായിരുന്നു അത് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ നടക്കുകയാണ് ആ ജ്യൂസും കുടിച്ചപ്പോൾ. അങ്ങനെ നടക്കുമ്പോഴായിരുന്നു പലതരം കോസ്റ്റ്യൂംസിൽ ബോയ്സും ഗേൾസൊക്കെ വരുന്ന കണ്ടപ്പോൾ ഓടിച്ചാടി ഞാൻ അങ്ങോട്ട് പോയി. ചെണ്ടകൊട്ടലും നല്ല ഭംഗിയിൽ അവർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മലയാളീസാണിത് ഫുള്ളും. അതായത് ചെണ്ടകൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ അതും നോക്കിയിരിക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഗേൾസൊക്കെ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഡാൻസ് കളിക്കുന്നത്. ഞാൻ അവരെയും നോക്കി കുറച്ച് ഡാൻസൊക്കെ കളിച്ചപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു ബൊമ്മനെ പെട്ടത്. അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ആ ബൊമ്മനെ ഇങ്ങോട്ട് വരുമോ എന്ന് വിചാരിച്ചിട്ടിരുന്നു. അപ്പോൾ ആ ബൊമ്മ വന്നിട്ട് എന്നെപ്പോലെ ഡാൻസ് കളിച്ചു ഫ്രണ്ട്സ്. അതേപോലെ ഞാനും ബൊമ്മനെ നോക്കി ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൊമ്മ എനിക്ക് ഷെയ്ക്കൻ്റെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാനെല്ലാം ഞാൻ തീർക്കണില്ല, ഒരുപാട് റെയിൻബോ കളർ കോസ്റ്റ്യൂംസ് അല്ലേ അവർ ഡ്രസ്സിൽ ഫുള്ളുള്ളത്. അത് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഫുള്ളായി അങ്ങോട്ട് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് എക്സൈറ്റ്മെൻറ്റിനാണ് ഇതിൽ കാണുന്നത്. പിന്നെ അത് തീർന്നപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇന്ത്യൻ്റെ പ്രോഗ്രാമിലാണ്. കണ്ടില്ലേ, ഇന്ത്യൻ്റെ പ്രോഗ്രാമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പറ്റൊരു റെയിൻബോ കളർ ആനനെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഞെട്ടിപ്പോയി. ഒരു റെയിൻബോ കളർ ആനനെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആനനെയും നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആനൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് പറ്റിയ പാർക്ക് ഉണ്ടായിരുന്നു. അത് കണ്ടത് ഞാൻ ഇങ്ങനെ തിരക്കിയിരുന്നു. അവിടെ ഫുള്ള് തിരക്കായതുകൊണ്ട് ഒരു സാധനത്തിനും എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ പിടിച്ച് പോകണ ഒരു ഇതായിരുന്നു, ഒരു സംഭവമായിരുന്നു. അതായത് ഞാൻ ഒന്നിൽ കയറിയപ്പോൾ തന്നെ നിലത്തേക്ക് വീണുപോയി. പിന്നെ അവിടെ അപ്പോൾ DJ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ DJ നോക്കി ഞാൻ അവിടെ ഡാൻസ് കളിക്കുമായിരുന്നു. ഇത് ഹിന്ദിക്കാരൻ്റെ DJ ആണ്. അതാണ് ഞാൻ ഹിന്ദിക്കാരനൊക്കെ നോക്കിയിരുന്നപ്പോഴായിരുന്നു പെട്ടെന്ന് ഒരാൾ വന്നിട്ട്, ഒരു ജഗ്ഗായിരുന്നു, സ്വർണ്ണ കളർ ജഗ്ഗ. അതിൽ നമുക്ക് ചായ കൊടുക്കുകയാണ് ആൾക്കാർക്ക്. അവരിങ്ങനെ ചൂടുള്ള ചായ കൊടുക്കുമായിരുന്നു. ജഗ്ഗ് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ് ഇത്ര. പക്ഷെ പൈസ നമ്മൾ കൊടുത്തിട്ടാണ് മേടിക്കാൻ പാടുള്ളൂ, ഫ്രീ ഒന്നുമല്ല. പിന്നെ മലയാളീസിൻ്റെ കുറച്ച് DJ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതും ഞാൻ കണ്ടിങ്ങനെ ഉള്ളിൽ കയറി 2-3 എനിക്ക് പറ്റിയ സ്റ്റെപ്പൊക്കെ ഞാൻ ഇട്ടിട്ട് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും എനിക്ക് അറിയാലോ എൻ്റെ വേറെ വിശക്കുന്നു. അതായത് ഞാൻ എന്ത് ചെയ്ത്, ഇവിടെ നോക്കിയപ്പോൾ കൗണ്ടർ പോലെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ. അപ്പം ഞാൻ ഏതെടുക്കും പറഞ്ഞ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു സ്നാക്സ് മേടിക്കാം, എന്തായാലും സ്നാക്സ് അല്ലേ ഇപ്പോൾ വയറ് ഫില്ലാവുള്ളൂ. അതായത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. പിന്നെ അവരെനിക്ക് ടോക്കൺ തന്നൊരു സാധനം മേടിക്കാനായിരുന്നു. ആ ടോക്കണും തന്ന് ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോഴായിരുന്നു ചായ, ഈ ടോക്കൺ ആയിരുന്നു ഇവർക്ക് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ടോക്കൺ കൊടുത്തപ്പോൾ ഒരു ഭംഗിയുള്ളൊരു സൈക്കിളിൽ അവർ ചായ നമുക്ക് തരികയാണ്. അതേപോലെ അവരുടെ ഡ്രസ്സൊക്കെ നോക്കിക്കേ, എന്തൊരു രസമോ. അതേപോലെ തന്നെ അവർ സൈക്കിളും സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതേപോലെ നോക്കിയിട്ട് ഞാൻ അവിടുന്ന് ഒരു ചായ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായയും മേടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞാൻ ഹിന്ദി DJ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വരുമ്പോൾ തന്നെ ഹിന്ദി DJ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് തന്നെ എനിക്ക് 2 സ്റ്റെപ്പൊക്കെ ഇടാൻ തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇഷ്ടപ്പെട്ട പോലെ ഞാൻ എന്ത് ചെയ്തു, 2-3 സ്റ്റെപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദിക്കാരനെ കണ്ട് സൂപ്പറായിരുന്നു അവർ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ അവിടെ നിന്നിട്ട് അടിപൊളി സ്റ്റെപ്പ് ഇടുന്നത്. എല്ലാവരും നല്ല ലൈറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണിലേക്കൊക്കെ. പിന്നെ നല്ല സ്ക്രീനായിരുന്നു, ഞാൻ സ്ക്രീനിൽ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ എനിക്ക് അവിടെ നിന്നൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാനിതാ ആ പാർക്കിൽ കൂടെ റൗണ്ട് ചുറ്റിയിരുന്നു. കാരണം എന്തിനാണെന്ന് വെച്ചാലേ പാർക്കൊന്നും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പാർക്കൊക്കെ ഒന്ന് കണ്ട് ചുറ്റിയിട്ട് ഞാൻ അവിടുന്ന് 2-3 സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചു. പാർക്ക് മുഴുവൻ പർപ്പിൾ കളറായിരുന്നു. അതും കണ്ട് ഞാൻ ഡാൻസും കളിച്ച് ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ ഡാൻസ് നിർത്തുന്നേ ഇല്ല, ഡാൻസ് കളിച്ചിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നത്. കുറേ കുട്ടികൾ അവിടെയും ഇവിടെയൊക്കെ നിന്നിട്ട് കണ്ടില്ലേ, കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഡാൻസ് മോടിയിട്ടൊക്കെ കളിക്കുകയായിരുന്നു. അതേപോലെ ഞാനും നിർത്തിയില്ല, ഞാനും എൻ്റെ അതേപോലെയുള്ള സ്റ്റെപ്പുകളൊക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റെപ്പുകളൊക്കെ ഞാനും വിട്ടില്ല അവരിനൊന്നും. അതേപോലെ ഞാനും കളിച്ചിട്ടുണ്ടായിരുന്നു.
കണ്ടില്ലേ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു. അതേപോലെ ഞാനും കളിച്ചിട്ടുണ്ടായിരുന്നു 2-3 സ്റ്റെപ്പൊക്കെ. പിന്നെ ഞാനിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുകയാണ് നിങ്ങൾ പൊയ്ക്കോ 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 എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഈ എൻട്രൻസിൽ നിന്ന് ഇറങ്ങാൻ പോവുമായിരുന്നു. എല്ലാവരും എന്നെ നോക്കി ഡാൻസ് കളിക്കായിരുന്നു. അതേപോലെ തന്നെ ഞാനും അവിടെ നോക്കി ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണാൻ ഭയങ്കര സൂപ്പറായിരുന്നു, അടിപൊളിയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരും എൻ്റെ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബറോ ചെയ്യാതിരിക്കല്ലേ. ബൈ.